ആദ്യമായിട്ട് തന്റെ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കോടതി മുറിയിൽ ശാന്തമായിരുന്ന് വിധി കേട്ട് കഴിഞ്ഞപ്പോഴാണ് ദിലീപ് ആദ്യം പ്രതികരിച്ചത്. മഞ്ജുവാണ് ഈ കേസിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പുറത്തു പറഞ്ഞത്. ആ വാക്കിന്റെ ഒറ്റ പിന്തുടർച്ചയായിട്ടാണ് എനിക്കെതിരെ വരെ കേസ് എത്തിയത്. മഞ്ജുവിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഈ കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ. മഞ്ജു വാര്യർ മാത്രമാണ് ഗൂഢാലോചനയുണ്ട് എന്ന് സമൂഹത്തിന് മുൻപിൽ ആവർത്തിച്ചു പറഞ്ഞത്. ഇതിന് പിന്നാലെയായിട്ടാണ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഞാൻ തീർത്തും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എനിക്കും വലിയ ദുഃഖം തന്നെയാണുള്ളത്. നമ്മുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണല്ലോ ഒരു ദുരനുഭവം ഉണ്ടായത്. അതിൽ കുറ്റക്കാരായവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. അതിജീവിതയ്ക്കൊപ്പം തന്നെ ഞാനുമുണ്ട്. എന്നാൽ ആ കേസ് എനിക്ക് മുകളിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാം പിന്നീട് എൻ്റെ തലമുകളിലായിരുന്നു. ഒരുപാട് ഞാൻ അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ അതിന് ഫലം കണ്ടു. ഞാൻ കുറ്റവിമുക്തനല്ല എന്ന് കോടതി വിധി വരെ വന്നല്ലോ. ഇനി എനിക്ക് ഒന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ദിലീപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം മഞ്ജുവിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൊഴിയും ദിലീപ് സമൂഹത്തിന് മുൻപിൽ പറയുന്നത്. മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് എല്ലാം തുടങ്ങിയത് എന്നാണ് ദിലീപ് ഇപ്പോൾ പറയുന്നത്. അതേസമയം കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ അവിഹിത കാര്യങ്ങളെല്ലാം തന്നെ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ദിലീപിന് നടിയോട് ശത്രുത തോന്നിയത് എന്നായിരുന്നു കേസിലെ പ്രധാന വാദം. മാത്രമല്ല 28 പേരായിരുന്നു നടിക്കൊപ്പം നിന്നുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് 28 പേരും കൂറുമാറുകയായിരുന്നു.